മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ സിനിമാ സീരിയൽ ക്യാമറമാൻ ഷിജുവും അനിയത്തിപ്രാവ് അമ്മക്കിളിക്കൂട് തുടങ്ങിയ നിരവധി സീരിയലുകളുടെ അസിസ്റ്റന്റ് ക്യാമറമാൻ ആയിരുന്നു. സൂര്യ ഡിജിറ്റൽ വിഷന്റെ ക്യാമറ അസിസ്റ്റന്റാണ് മുണ്ടക്കൈ സ്വദേശി ഷിജു. ഷിജുവിന്റെ മാതാവും അപകടത്തിൽ മരിച്ചു. പിതാവിനെയും സഹോദരനെയും കണ്ടെത്താനായിട്ടില്ല. അഭിജിത്ത് തുടരുന്നു. അഭിജിത്ത്, നമ്മളിപ്പോൾ ഒരാളുടെ ഇപ്പോൾ അവിടെ മരിച്ച ഒരാൾ ക്യാമറാമാൻ ആയിരുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത വായിക്കുമ്പോൾ പോലും പിതാവിനെയും സഹോദരനെയും കണ്ടെത്താനായിട്ടില്ല. അമ്മയും മകനും മരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു കുടുംബം മുഴുവൻ ഇല്ലാതായിരിക്കുന്നു. അത്തരത്തിൽ നിരവധി കുടുംബങ്ങൾ, അതായത് തുടക്കം മുതൽ ഇനിയിപ്പോൾ അനാഥത്തിലേക്ക് പോകുന്ന ഒരുപാട് കുടുംബങ്ങൾ, ഒന്നുമില്ലായ്മയിലേക്ക് പോകുന്ന കുടുംബങ്ങൾ, അങ്ങനെ ഒരുപാട് ദാരുണമായ കാഴ്ചകൾ കാണുന്ന ഒരിടം ആ ദുരന്തഭൂമിയാണ്. ആ ദുരന്തഭൂമിയിൽ അങ്ങനെ ഒരു ദുഃഖകരമായ കാഴ്ചകൾ നമ്മൾ പല ആവർത്തി കാണുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോഴും ഈ കണ്ടെത്താനാകാത്ത ആളുകൾ ജീവനോടെ ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ ഒറ്റപ്പെട്ട ആളുകൾ ഈ മുണ്ടക്കൈ ഭാഗത്തിന് താഴോട്ട് അട്ടമല, ചുരൽമല ഭാഗത്തുണ്ടെന്ന് നമുക്ക് അനൗദ്യോഗികമായ വിവരം ലഭിക്കുന്നു. ഈ രക്ഷാപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ അത്തരത്തിൽ എവിടെയെങ്കിലും സുരക്ഷിതരായി തന്നെ ആളുകൾ ഇപ്പോഴും ഒറ്റപ്പെട്ട് കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ അഭിജിത്തിന് ഈ ഘട്ടത്തിൽ നൽകാനാകുമോ? സുഹൈൽ, നമ്മൾ ഈ രക്ഷാപ്രവർത്തകരുമായി ബന്ധപ്പെട്ടിരുന്നു. നിലവിൽ അവർ പറയുന്നത് അവർ 800ഓളം പേരെ ഇന്ന് അവിടെ നിന്ന് എയർലിഫ്റ്റ് ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ ഇപ്പുറത്തെ ഭാഗത്തേക്ക്, അതായത് ചൂരൽമല മേഖലയിലേക്ക് സുരക്ഷിതമായി എത്തിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ അട്ടൽമലയിൽ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞത്. ഏതെങ്കിലും രീതിയിൽ കുടുങ്ങിക്കിടക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. കാരണം ഒട്ടനവധി പേർ റിസോർട്ടുകളിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ആ രീതിയിൽ ഈ പ്ലാന്റേഷനിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്നവരുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് 100 കണക്കിന് പേർ ഈ മുണ്ടക്കൈ മേഖലയിലെ പ്ലാന്റേഷനിൽ, തോട്ടം മേഖലയിലൊക്കെ തൊഴിലാളികളായി ജോലി നോക്കുന്നവരുണ്ട്. അങ്ങനെയെങ്കിൽ അവർ എവിടേക്ക് മാറി, അല്ലെങ്കിൽ ആ രീതിയിൽ അവരുടെ പാടികളിലേക്ക് ഈ മലവെള്ളം അവിടെ മേപ്പാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ 14 മൃതദേഹം കബറടക്കിയിട്ടുണ്ട്. നെല്ലിമുണ്ട ജുമാ മസ്ജിദിൽ 3 മൃതദേഹം കബറടക്കിയിട്ടുണ്ട്. ചെമ്പോത്ര ജുമാ മസ്ജിദിൽ 2 മൃതദേഹം കബറടക്കിയിട്ടുണ്ട്. താന്നിലോട് ജുമാ മസ്ജിദിൽ 1 മൃതദേഹം കബറടക്കിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്, നിലമ്പൂർ ചാലിയാർ പുഴയിൽ കണ്ടെത്തിയ മിൻഹ ഫാത്തിമ 14 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടിയുടെ മൃതദേഹം അല്പസമയത്തിനകം മേപ്പാടി ജുമാ മസ്ജിദിൽ എത്തിക്കും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് സമീർ? റിജിത്ത്, നിലവിൽ ആ കുട്ടിയുടെ മിൻഹ ഫാത്തിമ എന്ന് പറയുന്ന 14 വയസ്സുകാരിയുടെ മൃതദേഹമാണ് ഇപ്പോൾ ഈ പള്ളിയിലോട്ട് എത്തിച്ചിരിക്കുന്നത്. നിലമ്പൂർ ചാലിയാർ പുഴയിൽ നിന്നാണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അത് ആംബുലൻസിൽ ഇപ്പോൾ പള്ളിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ മയ്യത്തുമായി ബന്ധപ്പെട്ട നമസ്കാരമാണ് ഈ പള്ളിയിൽ നടക്കുന്നത്. ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഈ കുട്ടിയുടെ മൃതദേഹം ചാലിയാർ പുഴയിൽ കണ്ടത്. ഈ ചുരൽമല സ്വദേശികളാണ് ഇവർ. ഈ കുട്ടിയുടെ ഉമ്മയും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. ഉമ്മയുടെ കബറടക്കം ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടി നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ കുട്ടിയുടെ പിതാവും സഹോദരനും മാത്രമാണ് ബാക്കിയായത്. ഈ സഹോദരൻ ചെന്നൈയിലായിരുന്നു, പിതാവ് കോഴിക്കോടുമായിരുന്നു. അങ്ങനെയാണ് 2 പേർ രക്ഷപ്പെട്ടത്. ഉമ്മയും ഈ 14 വയസ്സുള്ള മിൻഹ ഫാത്തിമ എന്ന പെൺകുട്ടിയുമാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ആ കുട്ടിയുടെ മൃതദേഹമാണ് നിലവിൽ പള്ളിയിലോട്ട് എത്തിച്ച് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നിലവിൽ കൂടുതൽ മൃതദേഹങ്ങൾ പള്ളിയിൽ നിലവിൽ കബറടക്കം കഴിഞ്ഞിരിക്കുകയാണ്. മേപ്പാടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ 14 മൃതദേഹങ്ങളാണ് നിലവിൽ കബറടക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നെല്ലിമുണ്ട ജുമാ മസ്ജിദിൽ 3 മൃതദേഹം കബറടക്കി. ചെമ്പോത്തറ ജുമാ മസ്ജിദിൽ 2 മൃതദേഹവും കബറടക്കി. അതോടൊപ്പം തന്നെ ഈ താന്നിലോട് ജുമാ മസ്ജിദിൽ 1 മൃതദേഹവും കബറടക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് തിരിച്ചറിയുന്ന മൃതദേഹങ്ങൾ മാത്രമാണ് ഈ മയ്യത്ത് നമസ്കാരം അടക്കമുള്ള ചടങ്ങുകൾക്ക് ശേഷം കബറടക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇനി 2 മൃതദേഹങ്ങൾ കൂടി ഇവിടെ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അതും കബറടക്കം നടത്തുമെന്നുള്ളതാണ് ഈ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ നമ്മളുമായി വ്യക്തമാക്കുന്നത്. അതായത് ഈ തിരിച്ചറിയുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി കബറടക്കം നടക്കുക എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പള്ളിയുടെ ഒരു ഭാഗത്ത് ഇതുമായി ഈ മയ്യത്ത് കുളിപ്പിക്കൽ അടക്കമുള്ള ചില സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കൂടുതൽ മൃതദേഹങ്ങളും ഈ മേപ്പാടി ജുമാ മസ്ജിദ് പരിസരത്ത് കബറടക്കുന്നു. ഇങ്ങനെയാണ് നിലവിലെ ഇവിടുത്തെ ഒരു സാഹചര്യം ഉള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനമായി പള്ളി ഈ നമസ്കാരത്തിൽ ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ രാത്രിയിലും ഈ സംസ്കാര ചടങ്ങിൻ്റെ ഭാഗമായി ഈ രാത്രിയിലും ഈ പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നമസ്കാരം പുരോഗമിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വേദനാജനകമായ കാഴ്ചകളാണ് സമീർ വിവരങ്ങൾ പങ്കുവെക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്.